ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ കുക്കിംഗ് സെഗ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു പോപ്പുലർ ഡിഷായ ഇഡ്ഡലിയാണ്. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷനാണ്, അതായത് സ്റ്റഫ്ഡ് ഇഡ്ഡലി. അപ്പോൾ ഈ സ്റ്റഫ്ഡ് ഇഡ്ഡലിയിൽ അതിൻ്റെ സ്റ്റഫിങ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്നിയാണ്, നമ്മുടെ ചമ്മന്തി, ഉരുളൻ ചമ്മന്തി. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റഫ്ഡ് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റായ സ്റ്റഫ് ചെയ്യപ്പെടുന്ന ചട്നി ഉണ്ടല്ലോ, ആ ചട്നി എനിക്ക് ഉള്ള ചേരുവകളാണിത്. കുറച്ച് റോസ്റ്റഡ് പീനട്ട്, പിന്നെ ജിഞ്ചർ, ടാമറിൻഡ് അല്ലെങ്കിൽ നമ്മളെ പുളി, ഇംലി എന്നൊക്കെ പറയും, പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട്, പിന്നെ മുളക്, പിന്നെ കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഉപ്പും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അത് ഇതാണ് ഡ്രൈ ഗ്രൈൻഡിങ് ആയിരിക്കണം, വെറ്റ് ഗ്രൈൻഡിങ് അല്ല, ഉരുട്ടിയെടുക്കുന്ന വിധത്തിലായിരിക്കണം ഗ്രൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചട്നി അരച്ച് ഉരുട്ടി എടുത്തിരിക്കുകയാണ്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് ശരിക്കും നമുക്ക് ബോൾ പോലെ ആക്കാനുള്ള പരുവത്തിൽ അരച്ച് ഉരുട്ടിയ ചട്നിയാണ്. ഇത് നമുക്കിനി ഇഡ്ഡലിയിൽ സ്റ്റഫ് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ ഇഡ്ഡലിയുടെ ഇതാണ്, ക്യാവിറ്റിയാണത്, പിന്നെ ചട്നി ഉണ്ട്, അതുപോലെ ഇത് ഇഡ്ഡലിയുടെ മാവ്, ബാറ്റർ. അപ്പോൾ ഈ പതിപോലെ ഈ ക്യാവിറ്റീൻ്റെ അകത്ത് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിൽ ഏതെങ്കിലും ജസ്റ്റ് ഇളകി വരാൻ വേണ്ടിയിട്ട് ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പ്രോസസ്സ് തന്നെയാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ക്യാവിറ്റിയിൽ, ഈ കുഴിയിൽ ഇഡ്ഡലിയുടെ ബാറ്റർ ഹാഫായിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ മുഴുവൻ ഫില്ല് ചെയ്യരുത്, ഹാഫായിട്ട്. ഓരോ കുഴിയിലും ഹാഫായിട്ട് ഫില്ല് ചെയ്യാം. ഈ 4 കുഴിയിൽ നമ്മൾ ഹാഫായിട്ട് ഫില്ല് ചെയ്തു. എന്നിട്ട് ഈ ചമ്മന്തി ഒന്ന് ഉരുട്ടിയിട്ട് അതിനെ ഒരു പാറ്റീസ് പോലെ ആക്കിയിട്ട് ഈ ഹാഫായി ഫില്ല് ചെയ്തതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ 4 ക്യാവിറ്റിയിലും ഇതായ ഹാഫായി ഫില്ല് ചെയ്ത ബാറ്ററിൻ്റെ മുകളിൽ നമ്മളൊരു പാറ്റീസ് പോലെ ആക്കിയിട്ട് കൈകൊണ്ട് പരത്തിയാൽ മതി, വെച്ച് കൊടുക്കുക. ഇപ്പോൾ 4 വെച്ച് കൊടുത്തു. എന്നിട്ട് റിമൈനിങ് പോർഷൻ വീണ്ടും നമ്മൾ ആ ബാറ്റർ ഫില്ല് ചെയ്യണം. അപ്പോൾ എന്തായി, ഈ ചമ്മന്തി അതിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഇഡ്ഡലീൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് വരും. ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്തു. ഇപ്പോൾ 4 ക്യാവിറ്റിയും ഫില്ലായി. ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്യാൻ വെക്കാം, നോർമൽ ഇഡ്ഡലിൻ്റെ പ്രോസസ്സ്. ഇപ്പോൾ സ്റ്റീമറിൽ വെച്ചു. ഇതാണ് ഇപ്പോൾ ഇതിന് നമുക്ക് സ്റ്റീം ചെയ്തതിന് ശേഷം ഇഡ്ഡലി ഉണ്ടായിക്കഴിഞ്ഞ് പുറത്ത് വന്നത്. അപ്പോൾ നമ്മുടെ ചൂട് ആവി വരുന്ന ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഫ്ഡ് ഇഡ്ഡലി. അപ്പോൾ ഞാനത് മനസ്സിലാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനുള്ള സ്റ്റഫിങ് മനസ്സിലാൻ വേണ്ടി ഒരു ഇഡ്ഡലി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റഫ്ഡ് ഇഡ്ഡലി. ഇത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ യമ്മി ഡിലീഷ്യസ് സ്റ്റഫ്ഡ് ഇഡ്ഡലി റെഡി ആയിരിക്കുകയാണ്. ഇതിപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പം നമ്മൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ചട്നി വേറെ ഇഡ്ഡലി വേറെ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റാപ്പ് ഇറ്റ് ആൻഡ് ടേക്ക് ഇറ്റ്. ഇതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. വളരെ ഡിലീഷ്യസ് ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ കീപ് വാച്ചിങ്. ബൈ.